അന്ന് ഞാനത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഹേ സുകുമാരതി അങ്ങേപ്പോലെ ഞാനും ഒരു വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു എന്ന് പറയുമായിരുന്നു, ഇല്ലേ? അങ്ങനെ അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ശത്രു നമ്മളാണ്. നമ്മൾ ആ കംഫർട്ട് സോണിൽ റിമെയിൻ ചെയ്യാൻ. വി ഡോണ്ട് വാണ്ട് ടു ഇവോൾവ് ഇൻ ടു ദ ഡിസ്കംഫർട്ട് സോൺ ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു അണ്ടർടേക്ക് ദ ചാലഞ്ച്, ഇല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ശത്രു, നമ്മളാണ് നമ്മുടെ മിത്രം. നോക്കൂ, ഈ ഒരു വലിയൊരു സയൻസ് 10,000 വർഷം മുമ്പ് പറഞ്ഞൊരു കൃഷ്ണന്റെ ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചത്, കൃഷ്ണന്റെ ആ സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചതെന്ന് പറയുമ്പോൾ ഇന്നത്തെ മാനേജ്മെന്റ് എവിടെ ഇരിക്കണോ, നമ്മുടെ മാനേജ്മെന്റ് എവിടെ ഇരിക്കണം? അത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചലഞ്ചുകളെല്ലാം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു പ്രതീക്ഷ, ഒരാഗ്രഹം, ഒരു വിഷൊക്കെ ഉണ്ടാവും. അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഫലം വേണമെന്ന്. ഈ കർമ്മണ്യവാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്നുള്ളതിൻ്റെ ഒരു ചില എക്സ്പ്ലനേഷൻസ് ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ കേട്ടിരുന്ന് കർമ്മം ചെയ്യൂ, ഫലത്തെപ്പറ്റി ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ അതാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം കർമ്മത്തെപ്പറ്റി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ള കൃഷ്ണൻ നിങ്ങൾ കർമ്മം ചെയ്ത് വീട്ടിൽ പൊക്കോളൂ, ആഗ്രഹിക്കേണ്ട എന്ന് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാമിജി അതിനെപ്പറ്റി എന്താ? അല്ലാതെ വ്യക്തമാണത്. കൃഷ്ണൻ ഗീത പറയുമ്പോൾ കൃഷ്ണന് പ്രതീക്ഷയുണ്ട് അർജുനൻ അത് മനസ്സിലാക്കണമെന്ന്. അത് തന്നെ പ്രതീക്ഷയുണ്ടല്ലോ. അതെ, അർജുനനും പ്രതീക്ഷയുണ്ട് കൃഷ്ണൻ എന്നെ ഉയർത്തും എന്നുള്ളത്, ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. രണ്ടുപേർക്കും പ്രതീക്ഷ ഉണ്ട്. അപ്പൊ പ്രതീക്ഷയില്ലാത്തൊരു ജീവിതം ലോകത്തിൽ സാധ്യമല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിർഭരമായ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അവിടെ. അതെ, പ്രതീക്ഷ എന്നത് നമ്മുടെ ബൂസ്റ്റിംഗ് ആണത്. നമുക്ക് ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് പ്രതീക്ഷയിൽ നിന്നാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ പ്രതീക്ഷിക്കരുത് നല്ല പറഞ്ഞിട്ടുള്ളത്. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വരുന്നതിൻ്റെ മുകളിലുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. വരുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ഇൻവോൾവ്. അപ്പം നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യരുത്. അതായത് ഞാൻ പ്രതീക്ഷിച്ചു ഇത്ര കിട്ടുമെന്ന്, അത് പ്രതീക്ഷിച്ച് കിട്ടിയില്ല, സോ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ എന്ന് പറയരുത്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് ലേൺ സംതിങ് ഫ്രം ദ ഫെയിലിയർ. Take it as a step in the positive way. അതെ, അങ്ങനെയാണ്. അതായത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നമ്മുടെ ഒരു പ്രശസ്ത ഒരു സയന്റിസ്റ്റിന്റെ ഭാഷയാണ്. എനിക്ക് തോന്നുന്നു വിക്രം സാരാഭായ് അങ്ങ് പറഞ്ഞതാണല്ലോ എന്നോട്, അല്ലേ? അതാണ് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ. അങ്ങ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. അതായത് പരാജയം വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഉൾക്കൊള്ളാനും, അതൊരു പരാജയം എന്ന് പറയരുത്, ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് എന്ന് പറയാനും, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സക്സസ് എന്ന് പറയാനും, രണ്ടാമത്തത് whenever we get the result then we should have the audacity to share with others എന്ന് പറയാനുള്ള ഒരു കഴിവ്. അതാണ് ശരിക്ക് മാ ഫലേഷു കഥാചനം. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ അവിടെ ഋഷിമാർ ഉദ്ദേശിക്കുന്നുണ്ട്, കൃഷ്ണൻ ഉദ്ദേശിക്കുന്നുണ്ട്. അർജുന, ലേൺ ടു അക്സെപ്റ്റ്, ലേൺ സംതിങ് ഫ്രം ദ ഫെയിലിയർ, സോ നോ വൺ ക്യാൻ ചാലഞ്ച് യുവർ ലൈഫ്. അതായത് ഫലത്തെ പറ്റി ആലോചിച്ച് വിഷമിച്ച് മനസ്സ് കലുഷമാക്കാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക. അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത്. നെവർ റിമെയിൻ സൈലന്റ്, മിണ്ടാതിരിക്കരുത്, ചെയ്യാതിരിക്കരുത്, ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്യുന്ന സമയത്ത് പരാജയങ്ങൾ വരുമ്പോൾ അതിന് പഠിച്ചുകൊണ്ടേയിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. നല്ലത് വരുന്ന സമയത്ത് ഷെയർ ചെയ്തു. സ്വാമിജി, നോർത്ത് അമേരിക്കയിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലും ആയിരിക്കും ഈ പ്രവർത്തന മേഖലകളിൽ, പല പല മേഖലകളിലും ജോലി ചെയ്യുന്നവർ, ബിസിനസ്സുകാർ, ഇവർക്കെല്ലാം ഇപ്പോൾ എക്കണോമിക് റിസഷൻ അല്ലെങ്കിൽ അവരുടെ ജോലി പോകൽ, ഫാമിലി പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുമ്പോൾ ഒന്ന് അവർ പെട്ടെന്നൊരു രക്ഷ നേടാനായിട്ട് ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ പാട്ട് അതുപോലെ എന്തെങ്കിലും പോയി. അതുപോലുള്ളവർക്ക് ഇപ്പോൾ വേദാന്തം പഠിക്കാൻ ഒന്നാമത് അതിന് താല്പര്യം ഉണ്ടാവണം. താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ടാഞ്ചിബിൾ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? അത് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ? നമ്മൾ നോക്കുന്ന സമയത്ത് ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ എന്നെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് 2 തരം സ്ട്രെസ് ഉണ്ട് എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയുള്ള കാര്യം. ഒരു സ്ട്രെസ്, ടെൻഷൻ നമുക്ക് നല്ലതാണ്, പോസിറ്റീവ് ടെൻഷൻ. ഉദാഹരണത്തിന് രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് പിടിക്കണം, 4 മണിക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എണീക്കുള്ളൂ. അതൊരു പോസിറ്റീവ് ടെൻഷനാണ്. കാരണം യു ഹവ് ടു റീച്ച് ദേർ. ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് യു ടു പുൾ, നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റും. പണ്ട് നമ്പൂരി പറഞ്ഞതുപോലെ ട്രെയിനിന് പോകാൻ നേരത്തെ നമ്പൂതിരി പറയാണ്,
ട്രെയിൻ വരാറാവുന്നുണ്ട്. അപ്പൊ പറയണം, കേശവ ഒന്ന് പറയണം കേട്ടോ, എനിക്കൊന്ന് പരിഭ്രമിക്കണം എന്ന്. നേരത്തെ ഒന്ന് പരിഭ്രമിച്ച് തുടങ്ങാം. അതൊരു സ്ട്രെസ്, ടെൻഷൻ നല്ലതാണ്, അത് പോസിറ്റീവാണത്. പക്ഷെ രണ്ടാമത്തെ സ്ട്രെസ് ഉണ്ട്, അത് നെഗറ്റീവ് സ്ട്രെസ്സാണ്. അതായത് എനിക്ക് പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അതുപോലെ റിസഷൻ ഉണ്ട്. അതിൽ തന്നെ മനസ്സ് വെച്ചിരുന്നാൽ അത് നാളെ ഫിസിക്കൽ ഒരു ഡിസീസായിട്ട് മാറും. നമ്മുടെ മാനസികമായ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ എൻവയറമെൻ്റ് ഉണ്ടാക്കുന്നതും നമ്മുടെ ജോലി ഒക്കെ എങ്ങനെയായിരിക്കണം നിശ്ചയിക്കുന്നതും. ടെൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും പെർഫെക്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു മനസ്സിന് ഇനീഷ്യലി അതൊന്ന് മാറാൻ എളുപ്പമായിട്ടുള്ള മാർഗങ്ങളാണ് പ്രാണായാമം, അതുപോലെ തന്നെ ജപം. ഇതെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഋഷിമാർ വളരെ ഒരു സയൻറ്റിസ്റ്റുകളായിരുന്നു. അവർ പറയണത്, നിങ്ങൾ വിഷമമുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ ഇരുന്നാൽ സ്ട്രെസ് കൂടും. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദെയർ, ഇറ്റ് ഈസ് എ റിയാലിറ്റി, ഇറ്റ് ഈസ് ട്രൂത്ത് ഇൻ യുവർ ലൈഫ്. ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, യു ഡിനൈ ദറ്റ് മൈൻഡ് ടു തിങ്ക് ദാറ്റ്. എങ്ങനെ പറ്റുന്നതിന് നിങ്ങൾ യു എൻഗേജ് ദ മൈൻഡ് സംതിങ് എൽസ്, സംതിങ് ഡിഫറെന്റ്. അപ്പോൾ ഈ ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗാദർ സം പോസിറ്റീവ് എനർജി. വിത്ത് ദിസ് പോസിറ്റീവ് എനർജി 3 things വിൽ ഹാപ്പൻ. ഒന്ന്, സ്ട്രെസ്സിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കിട്ടും. രണ്ടാമത്തത്, നമുക്ക് കുറേയും കൂടി നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വരാൻ തുടങ്ങും. മൂന്നാമത്തത്, നമുക്ക് ചെയ്യുന്ന വർക്കിൽ ഒരു കോൺഫിഡൻസ് ഗ്യാദർ ചെയ്യാൻ തുടങ്ങും. സോ യു ക്യാൻ ഗോ ഓൺ. ഒരു ദിവസം നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നൗ ഐ ക്യാൻ കം ഔട്ട് ഓഫ് കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പം അങ്ങനെ അവിടെ റിമെയിൻ ചെയ്യരുത്. ആ റിമെയിൻ ചെയ്യുന്നതാണ് നെഗറ്റീവ് സ്ട്രെസ്സ്. പോസിറ്റീവ് സ്ട്രെസ് ഒരു മോട്ടിവേഷൻ വേണം, നെഗറ്റീവ് സ്ട്രെസ്സ് ജീവിതത്തിൽ തകർച്ചയുണ്ടാക്കും. അതുകൊണ്ട് അതിൽ നിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മുടെ ഋഷീശ്വരന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അമ്പലം പോലും ഈ മാനേജ്മെൻറ്റിന് പറ്റുന്നതാണ്. ഒന്ന്, അമ്പലത്തിൽ പോയി പ്രദക്ഷിണമൊക്കെ വെച്ച് കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് ധ്യാനമൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ, that time we are denying our mind to think the negative things. That is a diversion from negative energy into positive energy. As the modern science says that with the positive energy you can reduce the impact of the negative energy. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവുന്നില്ല, ഇല്ല. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് ശരി, അതിന്റെ ഇന്റൻസിറ്റി മാറ്റാനായിട്ട് ഈ സാധനങ്ങൾ. ജസ്റ്റ് തിങ്ക് അബൌട്ട് രാമായണത്തിലൊരു കഥ. അതായത് സീതയെ കിട്ടുന്നത് വരെ സീത ഇല്ല എന്നുള്ളൊരു വിഷമം, ആ ഒരു സ്ട്രെസ്, ടെൻഷൻ രാമൻ്റെ ഉണ്ടല്ലോ. പക്ഷെ രാമൻ കണ്ടിന്യൂസ്ലി he was working how to get back my Sita. He never remained there, isn't it? അപ്പോൾ his strategy was to get Sita back. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തപ്പോൾ എന്തായി, he got a good relationship, അല്ലേ? എല്ലാ കുരങ്ങന്മാരെയൊക്കെ കിട്ടി, ഹനുമാൻ സ്വാമിയെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മാനേജറെ കിട്ടി. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഹി കുഡ് എക്സിക്യൂട്ട് ദാറ്റ് വർക്ക്, ഹി കുഡ് ഗെറ്റ് ബാക്ക് ദ തിങ്സ് ദാറ്റ് ഹി നെവർ റിമെയിൻഡ് ഇൻ ദാറ്റ് നെഗറ്റീവ് സ്ട്രെസ്. അല്ല, പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ രാമന്റെ പ്രശ്നം വലുതായിരുന്നു. രാജാവായിരുന്ന ഒരാളുടെ ഭാര്യയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ള നിലയ്ക്ക് വളരെ നാണക്കേടുള്ള ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ സ്ട്രെസ് ആലോചിച്ചു. അതെ, ശരിയാണ്. അതിലും വലിയ സ്ട്രെസ് അല്ലല്ലോ ഇന്നത്തെ ആളുകളുടെ സ്ട്രെസ്.